ബിജെപിയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശരാശരി ഓരോ ബൂത്തിൽ നിന്നും 150 വോട്ട് ബിജെപിക്ക് ലഭിച്ചു. ഇത് നേതാക്കൾ ഗൗരവമായി എടുക്കണമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കരുനാഗപ്പള്ളി വിഭാഗീയത മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നതായി സിപിഎമ്മിന് ആശങ്കയുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, അവിടെ പിണക്കങ്ങൾ കൊണ്ട് പാർട്ടി അനുദിനം ക്ഷയിച്ചു വരുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ഒപ്പം ബിജെപിയുടെ വളർച്ചയിൽ വലിയ ആശങ്ക സിപിഎം പ്രകടമാക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? തീർച്ചയായും ഇന്നു മുതൽ ആരംഭിച്ച ഈ ഒരു ജില്ലാ സമ്മേളനത്തിലാണ്, അതായത് ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് ആ പ്രതിനിധി സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത്. അതിൽ തന്നെയാണ് ബിജെപിയുടെ വളർച്ചയെ ഗൗരവത്തോടെ തന്നെ കാണണമെന്നുള്ളത് സിപിഎം വിലയിരുത്തുന്നത്. അത് കൃത്യമായുള്ള നിർദ്ദേശമായി തന്നെ നേതാക്കൾക്ക് കൊടുക്കുകയാണ്. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിൽ നിന്നും ശരാശരി 150 വോട്ടാണ് ബിജെപിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ സിപിഎമ്മിന് വലിയ തരത്തിലൊരു മുന്നേറ്റമൊക്കെ നേരത്തെ ഉണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ബിജെപിക്ക് ഈയിടെ കാലങ്ങളിലായി പല സ്ഥലങ്ങളിലും, അതായത് സംസ്ഥാനത്തുടനീളം ഒരു വോട്ട് വർധനവുണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അത് കൃത്യമായും പാർട്ടി പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകരൊക്കെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രതിനിധികളില്ല എന്നുള്ളത് കൂടിയാണ്. ഇത്തവണ 17 ഏരിയ കമ്മിറ്റികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബിജെപിയുടെ വളർച്ചയെപ്പറ്റി ഗൗരവമായി തന്നെ കാണണമെന്ന് ഒരു റിപ്പോർട്ട് വായിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു നിർദ്ദേശവും നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ഗൗരവമായി തന്നെ അത് കാണണമെന്നുള്ളത് ജില്ലാ സെക്രട്ടറി സുദേവനാണ് ഈ ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത അത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ആദ്യം ഇവിടെ നിന്നും തുടങ്ങുന്നു, അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് ഇത്തരത്തിൽ ഈ പഠനപ്പിണക്കങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഭാഗീയത രൂക്ഷമായി വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് കൊല്ലം ജില്ലയിലേക്ക് വരേണ്ടി വന്നു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. 7 പേരടങ്ങുന്ന അഡ്ഹോക് കമ്മിറ്റിയെ വെക്കേണ്ടി വന്നു. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ കൃത്യമായും ഇത് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ തന്നെ MA ബേബി ഇക്കാര്യത്തിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് പാർട്ടി കർശനമായിട്ടുള്ള നടപടി എടുത്തു എന്നൊക്കെയാണ്. പക്ഷേ പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ശരി മനോജ്, ബിജെപിയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സിപിഎം ആശങ്ക പങ്കുവയ്ക്കുകയാണ്. വിവരങ്ങളാണ് മനോജ് നൽകിയത്.